ആ, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. പക്ഷെ വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. ഇതാണ് ആ കവിത. വളരണമെങ്കിൽ വായിക്കണം. എന്തൊക്കെ വായിക്കും നിങ്ങളിപ്പോൾ? നിങ്ങൾ ഈ പാഠപുസ്തകം, പഠിപ്പിക്കുന്ന പുസ്തകം അല്ലാതെ പത്രം വായിക്കുന്ന എത്ര പേരുണ്ട്? രാവിലെ പത്രത്തിന്റെ ഹെഡിങ് ഇങ്ങനെ നോക്കുന്ന എത്ര പേരുണ്ട്? ഹെഡിങ് നോക്കും. ആ, ഞാനൊക്കെ ഈ സ്കൂളിൽ ഇതുപോലെ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഞാൻ പറയാം, അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് കോളേജിൽ പോയി. അപ്പോഴാണ് ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് മീഡിയം ആണെങ്കിലും, മലയാളം ഇംഗ്ലീഷ് ആണെങ്കിലും, നമ്മളെങ്ങനെ പഠിക്കുന്നുവോ, നമ്മളെങ്ങനെ വായിക്കുന്നുവോ, നമ്മളെന്ത് മനസ്സിലാക്കുന്നുവോ, നമ്മളെങ്ങനെ എഴുതുന്നുവോ, നമ്മളെങ്ങനെ പ്രസംഗിക്കുന്നുവോ, അതനുസരിച്ച് നമ്മൾ വളരും. മനസ്സിലായോ? അപ്പം എന്താ ചെയ്യേണ്ടത്? ഇന്ന് വായന ദിനമാണ് അല്ലേ? എന്നാ വായനാ ദിനം കേരളത്തിൽ തുടങ്ങിയത് ഓർമ്മയില്ല. ഞാൻ വലിയ പ്രസംഗമൊന്നും പ്രസംഗിക്കില്ല, നിങ്ങളുടെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. 1996 അന്നാണ് വായനാ ദിനം നമ്മുടെ കേരള സംസ്ഥാനത്ത് തുടങ്ങിയത്. ആദ്യം ഒരാഴ്ചയായിരുന്നു നമ്മൾ ആചരിക്കുന്നത്. 2017 നമ്മുടെ പ്രധാനമന്ത്രി എന്ത് ചെയ്തു? ഭാരതം മുഴുവൻ, ഇന്ത്യ മുഴുവൻ 1 മാസക്കാലം ആചരിക്കണം വായന മാസമായിട്ട്. ഇന്ന് വായനാ ദിനമാണ്. വായനാ മാസമായിട്ട് 1 മാസക്കാലം ആചരിക്കണം. അതെന്തൊക്കെ ചെയ്യണം എന്നുള്ള ബഹുമാനപ്പെട്ട ടീച്ചർ പറഞ്ഞുതരും. സ്കൂളുകളിൽ കുറേ പ്രോഗ്രാംസ് ചെയ്യാനാണ്. എന്തിനാണ് വായിക്കുന്നത്? ഇപ്പം എല്ലാവരും ഇങ്ങനെ മൊബൈൽ ഫോൺ നോക്കിയല്ലേ അല്ലേ? സത്യമല്ലേ? മൊബൈൽ ഫോണിലൊക്കെ നോക്കിയല്ലേ പഠിക്കണം അല്ലേ? എന്താ പ്രശ്നം? മൊബൈൽ ഫോൺ നോക്കി പഠിച്ചാൽ മനസ്സിലാകുന്നത് മാത്രമല്ല, നമ്മുടെ കണ്ണിൻ്റെ അത് നമ്മളിങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സും അതിനനുസരിച്ച് തലച്ചോറുണ്ടാകുന്ന പ്രവർത്തനവും നിങ്ങൾ വായിക്കുന്നത് യാതൊരു ബന്ധവുമില്ല. നിങ്ങളുടെ ബുദ്ധി അത് കുറച്ച് കഴിയുമ്പോൾ സാധാരണ ബുദ്ധിയെ അത് ബാധിക്കും. ഇപ്പം കമ്പ്യൂട്ടറിൽ ചെയ്ത ആൾക്കാർക്ക് അതാണ് ജോലി, അതായത് അവർക്ക് വേറെ കുറേ, അതൊക്കെ വലിയ വിഷയങ്ങളാണ്, വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മുടെ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സിനും നമ്മുടെ ബ്രെയിനിൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും അനുകൂലമായ ഘടകങ്ങൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ സാധാരണഗതി വായിക്കുമ്പോഴാണ്. ഇപ്പോൾ 2 പേപ്പർ കിട്ടും, തമ്മിൽ താരതമ്യം ചെയ്യണം.